വാസുദേവായ ഓമജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാമഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരു ശ്രീയുതപദകമലം ശ്രീഗുരൂൻ വൈഷ്ണവാം ച ശ്രീരൂപം സഗ്രജാതം സഗണരഘുനാഥാനിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാന്വിതാം ച. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പദേ ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരൂഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരയേ. ഓം തത്സത്. ഹരേ കൃഷ്ണ. നമ്മള് എവിടെയാണ് വായിച്ച് നിർത്തിയത്? അഗസ്ത്യസ്തുതി നമ്മൾ തുടങ്ങിയിട്ടുണ്ട് അല്ലേ? യെസ്, നമ്മള് അഗസ്ത്യസ്തുതിയും ഇത് ഇവിടം വരെ വായിച്ചത്. ഇവറ്റിന്നെല്ലാം സാക്ഷിയായ ചിന്മയൻ ഭവാൻ നിവൃത്തൻ നിത്യനേകൻ അവ്യയനല്ലോ നാഥ. യെസ്. തന്മയാ ഗുണങ്ങൾ മൂന്നും ആശ്രയിച്ചല്ലോ ബ്രഹ്മാവും വിഷ്ണുതാനും രുദ്രമുണ്ടായി എന്നൊക്കെ നമ്മൾ വായിച്ചു. അതൊക്കെ കഴിഞ്ഞ നാഥ വരെ വരുന്നത് വായിച്ചു. അതെ അതെ അതെ. നിത്യനകേൻ അനേകൻ അവ്യയനല്ലോ നാഥ. അതെ. അപ്പൊ അങ്ങനെ വന്നപ്പോഴാണ് നമ്മളൊരു ശ്ലോകം പറഞ്ഞത്. അസാക്ഷി എന്ന് പറയുന്ന ഒരു ശ്ലോകം ഭഗവത്ഗീതയിൽ ഉണ്ടെന്നല്ലോ എന്ന് പറഞ്ഞത്. 9-ാമത്തെ അധ്യായത്തില് 18-ാമത്തെ ശ്ലോകം. ഗതിർഭർത്ത പ്രഭു സാക്ഷി, എല്ലാത്തിനും സാക്ഷിയായിരിക്കുന്നവൻ. പിന്നെ അതിനു മുമ്പിട്ടാണ് തന്മയാ ഗുണങ്ങളെല്ലാം മൂന്നും ആശ്രയിച്ചല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് വേറൊരു ഭാഗവത്തിലെ വേറൊരു ശ്ലോകം നമ്മൾ ചൊല്ലിയത്. വാസുദേവ പരാവേദ. ഇതൊക്കെ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സീസണിൽ എനിക്ക് കേൾക്കണം, മനസ്സിലായല്ലോ? അതുകൊണ്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ കാര്യം ഞാൻ മനസ്സിലായല്ലോ. ഞാനിത് റിപ്പീറ്റ് പറയുന്നത് അടുത്ത സീസണിൽ ഇതെല്ലാം എനിക്ക് കേൾക്കണം. റിവിഷൻ ഇത് ലിങ്ക് എടുത്ത് നോക്കിയാൽ മതി, യൂട്യൂബിൽ ലിങ്ക് എടുത്ത് നോക്കിയാൽ മതി. ഓക്കെ. അപ്പം സ്റ്റാർട്ട് ചെയ്തോളൂ. ദിവസം വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. യാതൊരു കാലം സൃഷ്ടി ചെയ്യുവാനിച്ഛിച്ചു ഭവാൻ മോദമോടപ്പോൾ അംഗീകരിച്ചുമായ തന്നെ തന്മൂലം ഗുണവാനെ പോലെയായതു ഭവാൻ. തൊന്മഹാമായ രണ്ടു വിധമായി വന്നാളല്ലോ വിദ്യയും അവിദ്യയും എന്നുള്ള ഭേദാക്ഷയ. വിദ്യയെന്നല്ലോ ചൊൽവു നിവർത്തി നിരതന്മാർ അവിദ്യാവശന്മാരായി വർത്തിച്ചിടിന ജനം. പ്രവർത്തി നിരതന്മാരെന്നത്രേ ഭേദമുള്ളൂ. വേദാന്തവാക്യാർത്ഥി വേദികളായി സമന്മാരായി പാദഭക്തന്മാരായുള്ളവർ വിദ്യാത്മകന്മാർ. അവിദ്യ അവശകന്മാർ നിത്യ സംസാരികളെ അവശ്യം തത്വജ്ഞന്മാർ ചൊല്ലുന്നു നിരന്തരം. വിദ്യാഭ്യാസൈകതരന്മാരായ ജനങ്ങളെ നിത്യമുക്തന്മാരെന്നു ചൊല്ലുന്നു തത്വജ്ഞന്മാർ. തന്മന്ത്രോപാസകന്മാരായുള്ള ഭക്തന്മാർക്കു നിർമ്മലമായ വിദ്യ താനേ സംഭവിച്ചിടും. മറ്റുള്ള മൂഢന്മാർക്ക് വിദ്യയുണ്ടാകുന്നതും ചെറ്റില്ല 100,000 ജന്മങ്ങൾ കഴിഞ്ഞാലും. ആകയാൽ തൊൽഭക്തി സമ്പന്നന്മാരായുള്ളവർ ഏകാന്തമുക്തന്മാരില്ലേതും സംശയമോർത്താൽ. തൊൽഭക്തി
ഭക്തിസുധാഹീനന്മാരായുള്ളവർക്കെല്ലാം സ്വപ്നത്തിൽ പോലും മോക്ഷം സംഭവിക്കുകയുമില്ല. ശ്രീരാമ രഘുപതേ കേവല ജ്ഞാനമൂർത്തേ ശ്രീരമണാത്മാ രാമ കാരുണ്യാമൃത സിന്ധോ. എന്തിനു വളരെ ഞാനിങ്ങനെ പറയുന്നു, ചിന്തിക്കൽ സാരം കിഞ്ചിൽ ചൊല്ലുവൻ ധരാപതേ. സാധു സംഗതി തന്നെ മോക്ഷ കാരണമെന്നു വേദാന്തജ്ഞന്മാരായ വിദ്വാൻമാർ ചൊല്ലിടുന്നു. സാധുക്കളാകുന്നതും സമചിത്തന്മാരല്ലോ, ബോധിപ്പിച്ചിടും ആത്മാജ്ഞാനവും ഭക്തന്മാർക്കായി. നിസ്പൃഹന്മാരായി വിഗതൈഷ്ണന്മാരായി സദാ ത്വദ്ഭക്തന്മാരായി നിവൃദ്ധാഖില കാമന്മാരായി ഇഷ്ടാനിഷ്ടപ്രാപ്തികൾ രണ്ടിനും സമന്മാരായി നഷ്ടസംഗമന്മാരുമായി സന്യസ്തകർമാക്കളായി തുഷ്ടമാനസന്മാരായി ബ്രഹ്മതൽപരന്മാരായി ശിഷ്ടാചരൈക പാരായണന്മാരായി നിത്യം യോഗാർത്ഥം യമനിയമാദി സമ്പന്നന്മാരാം ഏകാന്തേ ശമത സാധുനയുക്തന്മാരായി സാധുക്കൾ അവരോടും സംഗതിയുണ്ടാകുമ്പോൾ ചേതസി ഭവൽക്കഥ ശ്രവണേ രതിയുണ്ടാം. ത്വൽക്കഥാശ്രവണേന ഭക്തിയും വർദ്ധിച്ചിടും. ഭക്തി വർദ്ധിച്ചിടുമ്പോൾ വിജ്ഞാനമുണ്ടായി വരും. വിജ്ഞാനജ്ഞാനാദികൾ കൊണ്ട് മോക്ഷവും വരും. വിജ്ഞാനം എന്നാൽ ഗുരുമുഖത്തിൽ നിന്നതെല്ലാം. ആകയാൽ തൊൽഭക്തിയും നിങ്ങളെ പ്രേമവായ്പും രാഘവ സദാ ഭവിക്കണമേ ദയാനിധി. തൊൽപാദാംബുജങ്ങളിലും തൊൽഭക്തന്മാരിലും എന്നുൾപ്പൂവിൽ ഭക്തി പുനരെപ്പോഴും ഉണ്ടാകേണം. ഇന്നല്ലോ സഫലമായി വന്നതു മമ ജന്മ, ഇന്നു മൽക്രതുക്കളും വന്നിതു സഫലമായി. ഇന്നല്ലോ തപസിനും സാഫല്യമുണ്ടായി വന്നു, ഇന്നല്ലോ സഫലമായി വന്നതു മത്തേത്രവും. സീതയാ സാർദ്ധം സ്ഥിതി വസിക്ക സദാ ഭവാൻ. സീതാവല്ലഭ ജഗന്നായക ദാശരഥേ. നടക്കുമ്പോഴിരിക്കുമ്പോഴും ഒരിടത്തു കിടക്കുമ്പോഴും ഭുജിക്കുമ്പോഴും എന്ന് വേണ്ട നാനാ കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ സദാകാലവും മാനസേ ഭവദ്രൂപം തോന്നേണം ദയാംബുദേ. കുംഭസംഭവനിധി സ്തുതിച്ചു ഭക്തിയോടെ ജമ്പാരി തന്നാൽ മുന്നം നിക്ഷിപ്തമായ ചാപം പാണതൂണീരത്തോടും കൊടുത്തു ഗഡ്ഗത്തോടും ആനന്ദ വിവശനായി പിന്നെയും അരുൾ ചെയ്താൻ. ഭൂഭാരഭൂതമായ രാക്ഷസവംശം നിന്നാൽ ഭൂപതേ വിനിഷ്ടമായി ഈടേണം പരിപീഡാതിൽ. സാക്ഷാൽ ശ്രീനാരായണനായ നീ മായയോടും രാക്ഷസവധത്തിനുമർത്യനായി പിറന്നതും 2 യോജന വഴി ചെല്ലുമ്പോൾ ഇവിടെ നിന്നുണ്ടല്ലോ പുണ്യഭൂമിയാകിയ പഞ്ചവടി. ഗൗതമി തീരെ നല്ലൊരാശ്രമം ചമച്ചതിൽ സീതയാ വസിക്കവോ ശേഷമുള്ളൊരു കാലം. തത്രൈവ വസിച്ചു നീ ദേവകാര്യങ്ങളെല്ലാം സത്വരം ചെയ്തെന്നുടനുജ്ഞ നൽകിയും നീ. സ്തോത്രസാരമാഗസ്ത്യ സുഭാഷിതം തത്വാർത്ഥ സമന്വിതം രാഘവൻ തിരുവടി. ബാണചാപാദികളും തത്രൈവ നിഷേധിച്ചു വീണുടൻ നമസ്കരിച്ചഗസ്ത്യാപാദാംബുജം. യാത്രയുമയപ്പിച്ചു സുമിത്രാത്മജനോടും പ്രീത്യാ ജാനകിയോടും എഴുന്നേരം. അദ്രിശൃംഗാഭം തത്ര പദ്ധ്യതി ഹരേ കൃഷ്ണ. മീരാജ് വായിച്ചോളൂ. പെട്ടെന്ന് അല്ലേ. അദ്രിശൃംഗാഭം തത്ര പദ്ധതി മധ്യേ കണ്ടു പത്രി സത്തമാനാകും വൃദ്ധനാം ജടായുഷം. എത്രയും വളർന്നൊരു വിസ്മയം പൂണ്ടു രാമൻ ഭന്തരോഷേണ സുമിത്രാത്മജനോടു ചൊന്നാൻ.
രക്ഷസാം പ്രവരനി കിടക്കുന്നതു മുനി ഭക്ഷകനിവനെ നീ കണ്ടതില്ലയോ സഖി. വില്ലിങ്ങു തന്നിടൂ നീ ഭീതിയുമുണ്ടാവല, കൊല്ലുവൻ ഇവനെ ഞാൻ വൈകാതെ ഇനിയിപ്പോൾ. ലക്ഷ്മണൻ തന്നോടിത്തം രാമൻ ചൊന്നതു കേട്ടു പക്ഷി ശ്രേഷ്ഠനും പീഡിതനായി ചൊന്നാൻ. വന്ധ്യനല്ലഹം തവ താതനോ ചെറുപ്പത്തിൽ എത്രയും ഇഷ്ടനായ വയസ്യനറിഞ്ഞാലും നിന്തിരുവടിക്കും ഞാൻ ഇഷ്ടത്തെ ചെയ്തിടുവൻ ഹന്തവ്യനല്ല ഭവദഭക്തനാം ജടായു ഞാൻ. എന്നിവ കേട്ടു ബഹു സ്നേഹമുൾക്കൊണ്ടു നാഥൻ നന്നായാശ്ലേഷം ചെയ്തു നൽകിനാൻ അനുഗ്രഹം. എങ്കിൽ ഞാൻ ഇരിപ്പതിനടുത്തു വസിക്ക നീ, സങ്കടമിനിയൊന്നു കൊണ്ടുമേ നിനക്കില്ല. ശങ്കിച്ചേനല്ലോ നിന്നെ ഞാനതു കഷ്ടം കഷ്ടം, കിങ്കര പ്രവരനായി വാഴുക മേലിൽ ഭവാൻ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. നമ്മള് വളരെ അനുഗ്രഹത്തോടെ ശ്രീരാമചന്ദ്ര പ്രഭുവിന്റെ അനുഗ്രഹത്തോടെ നമ്മൾ 13ാമത്തെ ഭാഗം കഴിഞ്ഞു. 13ാമത്തെ ദിവസം കഴിഞ്ഞു. സ്മിതമാതാജി കേൾക്കുന്നുണ്ടോ? 13ാമത്തെ ഭാഗം കഴിഞ്ഞിട്ട് അപ്പം ഇതിനകത്ത് മാതാജി നമ്മളിന്ന് നേരത്തെ നിർത്തണം എന്ന് വിചാരിച്ചിട്ടാണ് പെട്ടെന്ന് നിർത്തിയത്. അപ്പം പ്രഭു, എന്റെ വർക്ക് കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ജോയിൻ ചെയ്യേണ്ടത്. ഞാൻ മൊബൈലിൽ നിന്ന് ജോയിൻ ചെയ്തിരിക്കണം. ഓക്കെ, വെരി ഗുഡ്. അപ്പം ഇതിനകത്ത് 1-2 കാര്യം യമനിയമങ്ങളെ പറ്റി പറഞ്ഞു. മാതാജി യമനിയമങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് പറഞ്ഞു തരും പെട്ടെന്ന്. ഏത് പ്രഭു? യമനിയമങ്ങൾ. യമനിയമങ്ങൾ ഏതാ പ്രഭു ഉദ്ദേശിക്കണ? നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന യമനിയമങ്ങൾ. നോക്കട്ടെ പ്രഭു. 4 അല്ലേ യമനിയമങ്ങൾ? ഒന്ന് അതിനെപ്പറ്റി നമ്മൾ പറഞ്ഞു. പിന്നെ ഗുരുശിഷ്യ ബന്ധം, അതായത് ഗുരുവിന്റെ അഗസ്ത്യ മുനി ശ്രീരാമചന്ദ്രനെ സ്തുതിക്കുന്നതും ശ്രീരാമചന്ദ്രൻ ഉപദേശിക്കുന്നതൊക്കെയാണ് ഈ അവസാന ഭാഗം വരുന്നത്. അപ്പൊ അവിടെ ജ്ഞാനം മാത്രമല്ല വിജ്ഞാനം. അതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ ജ്ഞാന വിജ്ഞാന യോഗം എന്നൊരു ചാപ്റ്റർ വരുന്നത്. അനലൈസ് ചെയ്ത സ്റ്റഡിയാണ്. ഇപ്പം വിജ്ഞാനം ഉണ്ടെങ്കിൽ മാത്രമേ മോക്ഷം വരത്തുള്ളൂ. കാര്യം ഈ ഭൗതിക ബന്ധങ്ങളിൽ നിന്ന് ഒരു വിടുതൽ ഉണ്ടാവുകയുള്ളൂ. അനാവശ്യമായ അറ്റാച്ച്മെന്റിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റത്തുള്ളൂ. അനാവശ്യ കാര്യങ്ങളിൽ ഇടപഴകാതെ മാറി നിൽക്കണം എന്നുണ്ടെങ്കിൽ അതിന് വിജ്ഞാനം വരണം. ജ്ഞാനം മാത്രം ഉണ്ടായാൽ പോരാ. അപ്പൊ അതിന് എങ്കിൽ മാത്രമേ മോക്ഷവും കിട്ടത്തുള്ളൂ. മോക്ഷം വന്നെങ്കിലേ ഭക്തി ഉണ്ടാവത്തുള്ളൂ. ഇത് രണ്ടും പരസ്പര പൂരകങ്ങളാണ്, ഭക്തിയും മോക്ഷവും. അപ്പം അതിനെപ്പറ്റി നമ്മൾ പഠിക്കണം എന്നുണ്ടെങ്കിൽ ഗുരുമുഖത്തു നിന്ന് പഠിക്കണം. അതുകൊണ്ടാണ് മറ്റ് സത്സംഗങ്ങളിൽ നിന്നുള്ളൊരു വ്യത്യാസം. നമ്മുടെ ഈ ഒരു പ്രോസസ്സിങ് ഇത് ഒരു ഗുരുശിഷ്യ ബന്ധത്തിലൂടെയാണ് പോകുന്നത്. ഇവിടെ ഭഗവാനെ കുറിച്ച് മാത്രമാണ് നമ്മൾ സംസാരിക്കുന്നത്. എങ്ങനെ ഭഗവാനിൽ എത്താം എന്നുള്ളതാണ് സംസാരം. മറ്റു ചർച്ചകളൊന്നുമില്ല, ഇല്ലേ? പൊതുവെയുള്ള ജനറൽ ആയിട്ടുള്ള സമകാലിക ചർച്ചകളോ മറ്റ് വിശേഷങ്ങളോ ഒന്നും ഇതിനകത്തില്ല. ഇതൊരു പ്യുവർ സത്സംഗമാണ്. അത് ഗുരുശിഷ്യബന്ധം, ഗുരുമുഖത്ത് നിന്ന് നമ്മൾ അറിയുന്നു. നമ്മൾ ഭഗവാനെ കുറിച്ച്, ഭഗവാനിൽ എങ്ങനെ എത്തിച്ചേരാമെന്ന് അറിയുന്നു. അപ്പം രാമായണം എല്ലാ ദിവസവും അന്ന് ഈ സന്ധ്യയ്ക്ക് തന്നെ വായിച്ചിട്ട് പോകാമെന്ന് നമ്മൾ വിചാരിക്കുന്നതും ആ അനുഗ്രഹമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിരിക്കുന്ന നാനാ കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ സദാകാലം മാനസേ ഭവത് രൂപം തോന്നേണം ദയാംബുധേ. അവിടെയാണ് ഭഗവത്ഗീതയിൽ വീണ്ടും പറയുന്നത് യത് കരോഷി യഥസ്നാസി യജുഘോഷി യഥാസി യത് തപസ്യസ്യ കൗന്ദേയ തത് പുരുഷമതർപ്പണം. നീ എന്ത് പ്രവർത്തി ചെയ്യുന്നായാലും, നീ എന്ത് ദാനം ചെയ്താലും, നീ എന്ത് ഭക്ഷിച്ചാലും നീ എനിക്ക് വേണ്ടി ചെയ്യണം. വീണ്ടും ഭഗവത്ഗീതയെ പറയുന്നു സതതം കീർത്തിയന്തോ മാം യഥന്തച്ച ദൃഢവ്രതാഹ നമസ്യന്തച്ച മാം ഭക്തിയ നിത്യയുക്ത ഉപാസതേ. എപ്പോഴും എന്നെ ഉപാസിച്ചു കൊണ്ടിരിക്കുന്നവരുടെ മനസ്സിൽ ഞാൻ എപ്പോഴും, ഹൃദയത്തിൽ ഞാൻ എപ്പോഴും ഉണ്ടാവുമെന്ന് ഭഗവാൻ ഗ്യാരണ്ടി പറയുന്നു. അപ്പം ഇതൊക്കെ രാമായണത്തിൽ ഇത്ര വളരെ മനോഹരമായിട്ടാണ് എഴുത്തച്ഛൻ നമുക്ക് പറഞ്ഞു തരുന്നത്.
പിന്നെ വീണ്ടും പറഞ്ഞു സാക്ഷാൽ ശ്രീനാരായണനായ നീ മായയോടും രാക്ഷസത്തിന് മർത്യനായി പിറന്നത്. അപ്പം എവിടൊക്കെ അസുരന്മാര് പിറന്നുപോകും, ഭൂമിക്ക് ഭാരമായി ആരൊക്കെ നിൽക്കുന്നു, എല്ലാവരെയും ഭഗവാൻ തീർക്കും. രസം എന്ന് പറഞ്ഞു കഴിഞ്ഞതിനകത്ത് വേറെ രസം ഭാഗവത്തിൽ വീണ്ടും പറയുന്നുണ്ട്. പ്രഥമ സ്കന്ധത്തില് ഭഗവാൻ നേരിട്ടൊന്നിനും ഇടപെടത്തില്ല. എങ്ങനെ ചെയ്യുന്ന അറിയാമോ? ഈ രാജാക്കന്മാരെ തമ്മിൽ അടുപ്പിക്കാനുള്ള ഒരു ബുദ്ധിപ്രയോഗം ഭഗവാൻ ചെയ്യും. എന്നിട്ട് അവര് പരസ്പരം അടിച്ചിട്ട് അവര് പരസ്പരം നശിക്കും. ഭഗവാൻ എല്ലാം കണ്ടിട്ട് മാറി നിൽക്കും. കാര്യം എവിടെ അസുരത്വമുണ്ടോ, എവിടെ ധർമ്മം നഷ്ടപ്പെടുന്നു, അവരെ പരസ്പരം അടുപ്പിച്ചിട്ട് പരസ്പരം ഇല്ലാതാക്കും. ഇത് ഭാഗവത്തിലെ പ്രഥമ സ്കന്ധത്തില് 9-ാമത്തെ അധ്യായത്തിൽ കൃത്യമായിട്ട് ഭഗവാൻ പറയുന്നു. അപ്പം ഇത് കഴിഞ്ഞിട്ട് പിന്നെ ശ്രേഷ്ഠനായ ജടായുവിനെ കാണുകയാണ്. ശ്രേഷ്ഠനായ ജടായുവിനെ കാണുമ്പോൾ ജടായു ഭീതിയോടെ നോക്കും. അപ്പം ശത്രുവാണെന്ന് കരുതും. അവസാനം പറയും ഭഗവാനെ അങ്ങയുടെ ഭക്തനാണ് ഞാനെന്ന് പറയുമ്പോൾ ഒരു സുഹൃതം സ്ഥാപിക്കുകയാണ്. ആ സുഹൃതം സ്ഥാപിച്ച് ജടായുവിനെ അനുഗ്രഹിച്ചിട്ട് ശ്രീരാമചന്ദ്രനും സീതയമ്മയും ലക്ഷ്മണനും കൂടെ പഞ്ചവടിയിലോട്ട് പോവുകയാണ്. ഹരേ കൃഷ്ണ. അപ്പൊ അങ്ങനെ 20 മിനിറ്റിനകത്ത് വെച്ചിട്ട് നമ്മൾ 13-ാമത്തെ ഭാഗം തീർത്തു. 20 മിനിറ്റത്തിലെ 15 മിനിറ്റ്. ഹരേ കൃഷ്ണ. പ്രഭു 4 റെഗുലേറ്റീവ് പ്രിൻസിപ്പിൾസ് ആണ് പറയുന്നത്. അതെ അതെ അതെ. യമനിയമം പ്രഭു യമ നിയമം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നമ്മള് യമ നിയമം യോഗ ആസനം അതിന്റെയൊക്കെയാണെന്ന് വിചാരിച്ചു. ഞാൻ എന്താ ഈ പ്രഭു പറയണെന്ന് പറഞ്ഞിട്ട് ആലോചിച്ചോണ്ടിരിക്കുക. ഒന്നാമത് ജോലിയുടെ ആങ്ങോറി നിൽക്കുകയാണ്, കാണുമ്പോ അറിയാം. പ്രഭു നോ മീറ്റ് ഈറ്റിംഗ്, നോ ഇല്ലിസിറ്റ് സെക്സ്, നോ ഗാംബ്ലിംഗ്, ഈ 4 എണ്ണമാണ് നോ ഇൻടോക്സിക്കേഷൻ. നോ ഇൻടോക്സിക്കേഷൻ. ഈ 4 കാര്യമാണ് യമനിയമങ്ങൾ. അപ്പം രാമായണത്തിലെ എഴുത്തച്ഛൻ നമ്മൾ പറഞ്ഞു തരുമ്പോ നമ്മൾ ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ നമ്മൾ ഭഗവാനെ ഏറ്റവും കൂടുതൽ അടുത്തറിയാൻ സാധിക്കും. ഇല്ലേ? ശരിയല്ലേ? എന്തൊക്കെയാണ് ശ്രീരാമചന്ദ്രൻ പറയുന്നത്, എന്തൊക്കെയാണ് ശ്രീരാമചന്ദ്രൻ തൻ്റെ ഭക്തന്മാരോട് സംസാരിക്കുന്നത്, തൻ്റെ ഭക്തന്മാരെങ്ങനെയൊക്കെയാണ് ശ്രീരാമചന്ദ്രനോട് പറയുന്നത്, എത്ര ടേസ്റ്റോട് കൂടിയാണ് നമ്മളിത് എടുക്കുന്നത്. ഇതിൽ പരം സന്തോഷം നമുക്ക് വരുന്നില്ല. പ്രഭു 4 യമനിയമം ഒന്നുകൂടി പറയാം, എനിക്ക് മനസ്സിലായില്ല. സ്മിത മാതാജി. മാതാജി നോ മീറ്റ് ഈറ്റിംഗ്, മാംസ ആഹാരം കഴിക്കാതിരിക്കുക. 2 നോ ഇൻടോക്സിക്കേഷൻ, വെള്ളം അടിക്കുക, കള്ളു കുടിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. 3 നോ ഇല്ലിസിറ്റ് സെക്സ്, അതായത് വിവാഹത്തിന് പുറത്തുള്ള വേറെ ബന്ധങ്ങളിൽ ഇതാവാതിരിക്കുക. 4 നോ ഗാംബ്ലിംഗ്, അതായത് ഈ ചൂതാട്ടം പോലെയുള്ള കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക, ചെയ്യാതിരിക്കുക. അത്രേ ഉള്ളൂ. ഈ 4 എണ്ണമാണ് യമനിയമങ്ങൾ. ഇവിടെ യോഗാർത്ഥം യമനിയമാദി സമ്പന്മാരായ ഏകാന്ത ശമദമ സാധനയുക്തന്മാരായി സാധുക്കൾ അവരോടു സംഗതി ഉണ്ടാകുമ്പോൾ ചേതസി ഭഗവൽ കഥാശ്രവേണ രതിയുണ്ട. അപ്പൊ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് ഭഗവാനെ കേൾക്കാനുള്ള ഒരു രതി, ഒരു സന്തോഷം നമുക്കുണ്ടാകും എന്നാണ് ഇവിടെ പറഞ്ഞു. ഹരേ കൃഷ്ണ. അപ്പം നിർത്താം അല്ലേ? ഇത്ര പെട്ടെന്ന് ഇത് റെക്കോർഡാണ് അല്ലേ? സുധീർ പോ. ഹരേ കൃഷ്ണ. ഓ സുമാജി എന്തോ ചേർത്ത് പോയെന്ന് തോന്നുന്നു, ഷൂ എന്നൊക്കെ പറയുന്നല്ലേ. ഹരേ കൃഷ്ണ. ക്ലാസ് കഴിഞ്ഞോ പ്രഭു? പിന്നെന്താ സുമാജി പോവല്ലേ? നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോളൂ ഫ്രീ ആണെങ്കിൽ. പിന്നെ ഒരു കാര്യമുണ്ട്, മീരാജിക്ക് കാര്യമായിട്ട് സന്തോഷ വർത്താനം പറയാം.